ഇതാ ലെസൺ 10 ഞാൻ എത്തിയിട്ടുണ്ട്. ഇംഗ്ലീഷ് പഠിക്കാനും സംസാരിക്കാനും നിങ്ങളും റെഡിയല്ലേ? അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് ഇംഗ്ലീഷിൽ ചോദ്യങ്ങൾ ചോദിക്കാൻ വേണ്ടിയിട്ടുള്ള പാറ്റേൺസ് ആണ്. അപ്പൊ ആദ്യം നമുക്ക് ഒരുമിച്ച് ഇംഗ്ലീഷിലെ ക്വസ്റ്റ്യൻസ് ഫോം ചെയ്യാം. അത് കഴിഞ്ഞ് ഞാൻ മലയാളത്തിൽ തരുന്ന ചോദ്യങ്ങൾ നിങ്ങൾ തനിയെ ഇംഗ്ലീഷിൽ ചോദിച്ചു നോക്കണേ. അപ്പൊ ആദ്യം ഇത് തുടങ്ങുന്നതിന് മുൻപ് നമുക്ക് കഴിഞ്ഞ ലെസണിൽ ഞാൻ തന്ന ഹോംവർക്ക് ഒന്ന് ചെക്ക് ചെയ്യാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു, ഞാൻ ഡ്രൈവ് ചെയ്യുകയല്ല. അവിടെ ഐ എം നോട്ട് ഡ്രൈവിംഗ്. അടുത്തത്, ഞാൻ ഡ്രൈവ് ചെയ്യാറില്ല. ഐ ഡോണ്ട് ഡ്രൈവ്. മൂന്നാമത്തത്, ഞങ്ങൾ ഇപ്പോൾ ഫ്രീ അല്ല. വി ആർ നോട്ട് ഫ്രീ നൗ. നിങ്ങൾ മിക്കവാറും പേരും ഇത് ശരിയാക്കിയിട്ടുണ്ടായിരുന്നു. തെറ്റിയവർക്ക് ഞാനത് തിരുത്തി തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. ഇനി ഇന്നത്തെ ലെസണിലേക്ക് കിടക്കാം. നിങ്ങൾ ഇങ്ങനെ ഒന്ന് ഓർത്തു നോക്കൂ, ആരെങ്കിലും അറിയാതെ നിങ്ങളുടെ ഒരു പുസ്തകം എടുത്തു എന്നിരിക്കട്ടെ. അപ്പൊ അവിടെ നിങ്ങൾ എന്ത് പറയും? അത് എന്റെ പുസ്തകമാണ് എന്ന് പറയും അല്ലെ? അത് പെട്ടെന്നൊന്ന് നിങ്ങളൊന്ന് ഇംഗ്ലീഷിൽ പറഞ്ഞു നോക്കൂ. നമ്മളിത് നേരത്തെ പഠിച്ചതാണ്, നിങ്ങൾക്ക് അറിയാം. ഇനി എങ്ങാനും സംശയം ഉണ്ടെങ്കിൽ ഞാനൊന്ന് സഹായിക്കാം. അത് ആണ് അവിടെ ദാറ്റ് ഇസ് എന്റെ പുസ്തകം, മൈ ബുക്ക്. അപ്പൊ സെന്റൻസ് കിട്ടിയില്ലേ? ദാറ്റ് ഇസ് മൈ ബുക്ക്. ഇതാണ് നമ്മൾ സെന്റൻസ് ആയിട്ട് പറയുന്നത്. ഇനി ഇവിടെ നിങ്ങൾക്കൊരു സംശയം തോന്നിയിരിക്കട്ടെ, അയ്യോ അത് എന്റെ പുസ്തകമല്ലേ? അങ്ങനെ സംശയം വരുമ്പോ അതൊരു ചോദ്യമായിട്ടല്ലേ വരുന്നത്. ആ ചോദ്യം എങ്ങനെ ഇംഗ്ലീഷിൽ ചോദിക്കും? അവിടെ എന്ത് ചെയ്യണമെന്നറിയോ? ഈ സെന്റൻസ് കണ്ടല്ലോ, ദാറ്റ് ഇസ് മൈ ബുക്ക്. ഇവിടെ ചെറിയൊരു വ്യത്യാസം വരുത്തിയാൽ മതി. ഇവിടെ നമ്മൾ ചോദിക്കും ഇസ് ദാറ്റ് മൈ ബുക്ക് എന്ന്. അവിടെ എന്താ വ്യത്യാസം വന്നേ? സെന്റൻസിൽ ദാറ്റ് ഇസ് എന്ന് പറഞ്ഞ് തുടങ്ങി അല്ലെ? ആ ക്വസ്റ്റ്യൻ വന്നപ്പോ അത് തിരിഞ്ഞു, ഇസ് ദാറ്റ് എന്ന് തിരിച്ചിട്ടു, ഇത്രയേ ഉള്ളൂ. പക്ഷെ ഇവിടെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, മലയാളത്തിൽ നമ്മൾ ചോദിക്കുന്നത് അത് എന്റെ പുസ്തകം ആണോ എന്നാണ്. അല്ലാതെ ആണോ അത് എന്റെ പുസ്തകം എന്ന് ചോദിക്കില്ലല്ലോ. ആരും അങ്ങനെ ചോദിക്കില്ല. പക്ഷെ ഇംഗ്ലീഷിൽ വരുന്ന ഓർഡർ അതാണ്, ആണോ അത് എന്റെ പുസ്തകം എന്നാണ് നമ്മൾ ഇംഗ്ലീഷിൽ ചോദിക്കുന്നത്. അതുകൊണ്ട് നോക്കൂ എങ്ങനെ വന്നതെന്ന്. ഇസ് ദാറ്റ് മൈ ബുക്ക് അങ്ങനെയല്ലേ വന്നേ? ആ ആണോ എന്നുള്ള വാക്കാണ് ഇസ്, അതാണ് ആദ്യം വരുന്നത്. അപ്പൊ ഇത് എപ്പോഴും ഓർത്തു വെക്കണം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ആ ഇസ് അല്ലെങ്കിൽ ആർ അതൊക്കെ വെച്ചായിരിക്കും തുടങ്ങുന്നത്. പക്ഷെ ഇവിടെ ഒരു പ്രശ്നമുള്ളത്, എപ്പോഴും നമുക്ക് ഇങ്ങനെ ഈ വേർഡ് ഓർഡർ ഓർത്ത് നടക്കാൻ പറ്റുമോ? കാര്യങ്ങൾ പെട്ടെന്ന് നമുക്ക് ഇംഗ്ലീഷിൽ ചോദിക്കേണ്ടി വരില്ലേ? അപ്പൊ അതിന് നമ്മൾ ഇങ്ങനെ ഓർഡർ മനസ്സിലോർത്ത് ബൈഹാർട്ട് പഠിച്ചു വെക്കേണ്ട, ആ പാറ്റേൺ ആണ് മനസ്സിലാക്കേണ്ടത്. അതിനത് പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യണം. ഇപ്പൊ തന്നെ നിങ്ങളൊന്ന് പറഞ്ഞു നോക്കിയേ, അതെന്റെ ഷർട്ട് ആണോ? ഇസ് ദാറ്റ് മൈ ഷർട്ട്? അത് എന്റെ പേനയാണോ? ഇസ് ദാറ്റ് മൈ പെൻ? ആ ഒരു പാറ്റേൺ കിട്ടിയോ നിങ്ങൾക്ക്? ഇനി ഇതൊന്ന് നോക്കിയേ, നിങ്ങൾക്ക് ചോദിക്കണം ഇത് എന്റെ ചീപ്പാണോ എന്ന്. നമ്മളിവിടെ പറയുന്നത് ചീപ്പില്ലേ, മുടി ചീവാൻ ഉപയോഗിക്കുന്ന ചീപ്പ്, അത്. ചീപ്പിന് നമ്മൾ എന്താ ഇംഗ്ലീഷിൽ പറയാന്നറിയോ? കോം എന്ന് പറയും. അത് നമ്മൾ എഴുതിയത് COMB എന്നാണ്. പക്ഷെ ഇവിടെ ഈ ബി സൈലന്റ് ആണ്. ഇംഗ്ലീഷിന് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. എഴുതുന്ന എല്ലാ അക്ഷരങ്ങളും നമ്മൾ ഉച്ചരിക്കണം എന്നില്ല. എഴുതുന്നത് പോലെ അല്ല ഇംഗ്ലീഷ് നമ്മൾ ഉച്ചരിക്കുന്നത്, മനസ്സിലായോ? മലയാളത്തിൽ നമ്മൾ എങ്ങനെ എഴുതുന്നോ അതുപോലെ പറയില്ലേ? പക്ഷെ അങ്ങനല്ല ഇംഗ്ലീഷ്. പ്രത്യേകിച്ച് ഈ ഒരു അക്ഷരം ഉണ്ടല്ലോ, ഈ ബി എന്ന് പറയുന്ന അക്ഷരം, അത് വരുന്ന പല വാക്കുകളിലും, അത് ആ വാക്കിന്റെ അവസാനം അല്ലെങ്കിൽ ഇടയ്ക്കൊക്കെയാണ് വരുന്നതെങ്കിൽ പലപ്പോഴും ഇത് സൈലന്റ് ആവാറുണ്ട്. അത് നമുക്ക് അങ്ങനെ ഉപയോഗിച്ച് വരുമ്പോൾ ശീലം കൊണ്ട് നമുക്കത് മനസ്സിലാവും. അപ്പൊ ഇവിടെ ചീപ്പിന് നമ്മൾ കോം എന്ന് പറയും. ഇവിടെ എങ്ങനെയാ സെന്റൻസ് പറയുന്നത്? ഇത് എന്റെ ചീപ്പാണ്, ഇതാണ്. അതിന് ദിസ് അല്ലേ പറയാ, ഇത് എന്നുള്ളതിന്. അപ്പൊ ദിസ് ഇസ് മൈ കോം എന്ന് പറയും അല്ലെ? ഇനി ഇവിടെ എനിക്ക് ചോദിക്കേണ്ടത്, ഇത് എന്റെ ചീപ്പാണോ? അപ്പൊ അവിടെ എന്താ സംഭവിക്കുക? ആ ഓർഡർ ഒന്ന് മാറ്റണം. ഇസ് ദിസ് മൈ കോം എന്ന് ചോദിക്കണം, മനസ്സിലായോ? തിരിഞ്ഞു വന്നു, ഇസ് ദിസ് മൈ കോം. ഇനി ഇവിടെ തന്നെ ആരെങ്കിലും പറയാണ് ഇത് എന്റെ ചീപ്പാണ്, അപ്പൊ ദിസ് ഇസ് മൈ കോം. അപ്പൊ നമുക്ക് അയാളോട് ചോദിക്കണം ഇത് നിങ്ങളുടെ ചീപ്പാണോ? അവിടെ എങ്ങനെയാ ചോദിക്കുക? തുടങ്ങുന്നത് ഇങ്ങനെ തന്നെയാണ്, ഇസ് ദിസ്. ഇവിടെ നിങ്ങളുടെ ചീപ്പ് എന്ന് പറയണ്ടേ, അതിന് യോർ കോം എന്ന് പറയും. അത്രേ ഉള്ളൂ. ഇസ് ദിസ് യോർ കോം? മനസ്സിലായോ? മുമ്പ് നമ്മൾ പറഞ്ഞു ഇത് എന്റെ ചീപ്പാണോ, ഇസ് ദിസ് മൈ കോം. ഇത് നിങ്ങളുടെ ആണോ എന്ന് ചോദിക്കാൻ ഇസ് ദിസ് യോർ കോം. അപ്പൊ നമ്മൾ ആ ക്വസ്റ്റ്യനിൽ നമുക്ക് എന്താണ് ചോദിക്കേണ്ടത് അത് മനസ്സിലാക്കുക. ഈ പാറ്റേൺ മനസ്സിൽ നമുക്ക് കൃത്യമായിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ ഇത് ഈസി ആയിട്ട് നമുക്ക് ഇംഗ്ലീഷിൽ ചോദ്യം വരും. ഇവ നിന്റെ പുസ്തകങ്ങൾ ആണോ? മുൻപ് ഇത് നിന്റെ പുസ്തകമാണോ എന്ന് ചോദിക്കാൻ ഇസ് ദിസ് യോർ ബുക്ക് എന്നല്ലേ ചോദിച്ചത്. പക്ഷെ ഇവിടെ വ്യത്യാസമുണ്ട്. ഇവിടെ ഒന്നിലധികം പുസ്തകങ്ങളുണ്ട്. അപ്പൊ ഇവിടെ ദിസ് എന്ന് പറഞ്ഞാൽ പോരാ, ദീസ് എന്ന് പറയണം. നമ്മുടെ അടുത്തുള്ള കുറച്ചധികം വസ്തുക്കളെ കുറിച്ച്, ഒന്നിൽ കൂടുതൽ വസ്തുക്കളെ കുറിച്ച് പറയുമ്പോൾ ദീസ് എന്ന് പറയും.
ഓക്കെ, അപ്പൊ ഇവിടെ എങ്ങനെയാണ് ആ ചോദ്യം വരിക? ഇസ് ദിസ് യുവർ ബുക്ക് എന്നല്ല, ആർ ദീസ് യുവർ ബുക്സ്. എങ്ങനെയാണ് ആറ് വന്നത്? ദീസ്, ഒന്നിൽ കൂടുതൽ പുസ്തകങ്ങൾ ഉള്ളത് കൊണ്ട് ദീസ് ഇസ് എന്ന് പറയില്ല, ദീസ് ആർ എന്ന് പറയണം. അങ്ങനെയാണ് തിരിഞ്ഞു വന്നപ്പോ ആർ ദീസ് വന്നത്. അപ്പൊ എപ്പോഴും ഓർക്കുക, ഒരു വസ്തുവാണെങ്കിൽ നമ്മൾ ഇസ് ദിസ് ചോദിക്കാം, അടുത്ത് കൂടുതലുണ്ടെങ്കിൽ ആർ ദീസ് എന്ന് ചോദിക്കും. ആർ ദീസ് യുവർ ബുക്സ്? അപ്പൊ ഇനി ഞാൻ ചോദിക്കട്ടെ, ഇവ നിന്റെ ഷൂസ് ആണോ എന്ന് ചോദിക്കണം. ഈ ഷൂസ് എന്ന് പറയുമ്പോൾ എപ്പോഴും ഒരെണ്ണം അല്ലല്ലോ, രണ്ടെണ്ണം ഉണ്ടാവില്ലേ? അപ്പൊ എപ്പോഴും അത് ഒന്നിൽ കൂടുതലായിട്ട്, പ്ലൂറൽ ആയിട്ടാണ് വരുന്നത്. അപ്പൊ ഇവിടെ എന്താ ചോദിക്കുക? ആർ ദീസ് യുവർ ഷൂസ്? മനസ്സിലായോ? ആർ ദീസ് യുവർ ഷൂസ്? ഇനി ഈ ഷൂസ് ദൂരെ കിടക്കുന്നെന്നിരിക്കട്ടെ, അപ്പൊ എനിക്ക് ചോദിക്കണം, അവ, അതായത് ദൂരെ ഉള്ളതുകൊണ്ട്, അവ നിന്റെ ഷൂസ് ആണോ? അവിടെ അവ എന്നുള്ളതിന് ദോസ് എന്ന് പറയും. അപ്പൊ എന്തായി? ആർ ദോസ് യുവർ ഷൂസ്? അപ്പൊ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കാൻ നമ്മളിങ്ങനെ ഇസ് അല്ലെങ്കിൽ ആർ, അത് വെച്ചിട്ടാണ് ചോദ്യം തുടങ്ങിയത്. കണ്ടല്ലോ? അപ്പൊ അടുത്തുള്ള ഒന്നിനെ കുറിച്ച് പറയാൻ ഇസ് ദിസ്, കുറച്ച് ദൂരെയുള്ള ഒന്നിനെ കുറിച്ച് പറയാൻ ഇസ് ദാറ്റ്, അടുത്തുള്ള കുറച്ചധികം വസ്തുക്കളെ കുറിച്ച് പറയാൻ, ഒന്നിലധികം വസ്തുക്കൾ ഉണ്ടെങ്കിൽ ആർ ദീസ്, ദൂരെയുള്ള കൂടുതൽ വസ്തുക്കളെ കുറിച്ച് പറയാൻ ആർ ദോസ്. ഈ പാറ്റേൺ ഒന്ന് ഓർത്തു വെച്ചേക്കണേ. ഇനി നിങ്ങൾ ഇങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്കൂ, നിങ്ങളും നിങ്ങളുടെ ഫ്രണ്ട്സും കൂടെ ഒരു സെൽഫി എടുത്തു എന്നിരിക്കട്ടെ. അപ്പൊ എടുത്തു കഴിഞ്ഞിട്ട് നിങ്ങൾ ഈ സെൽഫി ബാക്കിയുള്ളവരെയും കൂടെ കാണിച്ചിട്ട് ചോദിക്കുകയാണ്, ഇങ്ങനെ കാണിച്ചിട്ട് ചോദിക്കുകയാണ്, ഇത് ഓക്കെ ആണോ എന്ന്. അപ്പൊ അവിടെ എങ്ങനെയാ ചോദ്യം വരിക? ഇസ് ദിസ് ഓക്കെ എന്ന് ചോദിച്ചാൽ പോരെ? കാരണം ഇങ്ങനെ കാണിക്കുകയല്ലേ നിങ്ങൾ ആ ഫോട്ടോ, ഇസ് ദിസ് ഓക്കെ ചോദിക്കും അല്ലെ? പക്ഷെ അവിടെ ഒരു പ്രശ്നമുണ്ട്. ഈ ദിസ് എന്നുള്ളതിന് പകരം നമുക്ക് ഇറ്റ് എന്നും യൂസ് ചെയ്യാമോ? എന്നോട് അങ്ങനെ ഒന്ന് രണ്ട് പേര് ചോദിച്ചിരുന്നു, ദിസ് അതുപോലെ ഇറ്റ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന്. അപ്പൊ അതിന് ഞാനൊരു എക്സാമ്പിളോട് കൂടി എക്സ്പ്ലെയിൻ ചെയ്തു തരാം. അപ്പൊ നിങ്ങൾ ഒരു ടൈലറുടെ അടുത്ത് നിങ്ങളുടെ ഒരു ഡ്രസ്സ് തയ്ക്കാൻ കൊടുത്തിരുന്നു എന്നിരിക്കട്ടെ. അപ്പൊ നിങ്ങൾക്ക് അവിടെ പോയി ചോദിക്കണം, എന്റെ ഡ്രസ്സ് റെഡി ആണോ എന്ന്. അപ്പൊ അതെങ്ങനെയാ ചോദിക്കുക? നമ്മളിപ്പോ കണ്ട അതേ പാറ്റേൺ വെച്ച് ചോദിച്ചാൽ മതി. ഇസ് മൈ ഡ്രസ് റെഡി എന്ന് ചോദിക്കാം അല്ലെ? എന്റെ ഡ്രസ്സ് റെഡി ആണോ? ഇസ് മൈ ഡ്രസ് റെഡി എന്ന് ചോദിക്കും. ഇവിടെ നമ്മൾ ആ ടൈലറുടെ അടുത്ത് ഇങ്ങനെ പോയിട്ട് പറയാന്നിരിക്കട്ടെ, ഞാനിവിടെ ഒരു ഡ്രസ്സ് തയ്ക്കാൻ തന്നിരുന്നു. അപ്പൊ ആ ഡ്രസ്സിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ഡ്രസ്സ് നമ്മളിവിടെ കാണുന്നൊന്നുമില്ല, അയാളോട് പറയാണ് ഞാനിവിടെ ഒരു ഡ്രസ്സ് തയ്ക്കാൻ തന്നിരുന്നു. എന്നിട്ട് നമ്മൾ ആ ഡ്രസ്സിനെ കുറിച്ച് പറയാണ്. അത് റെഡി ആണോ എന്ന് ചോദിക്കണമെങ്കിൽ ഇസ് ഇറ്റ് റെഡി എന്ന് ചോദിക്കാം. കാരണം അവിടെ നമ്മൾ ഒന്നും ചൂണ്ടിക്കാണിച്ചിട്ട് ഇത് അല്ലെങ്കിൽ അത് എന്നൊന്നും പറയുന്നില്ല. നമ്മൾ മുൻപ് പറഞ്ഞത് ഡ്രസ്സിനെ കുറിച്ചല്ലേ, ആ ഡ്രസ്സ് അത് റെഡി ആണോ എന്ന്. അവിടെ ഇറ്റ് പറയാം, ഇസ് ഇറ്റ് റെഡി എന്ന് ചോദിക്കാം. പക്ഷേ നമ്മൾ ആ ഡ്രസ്സ് അവിടെ കിടക്കുന്നത് കാണുന്നുണ്ട്, എന്നിട്ട് നമ്മൾ ചോദിക്കുകയാണ് ഇത് റെഡി ആണോ, പണിയെല്ലാം കഴിഞ്ഞോ അതിന്റെ? അവിടെ നമ്മൾ ചോദിക്കും ഇസ് ദിസ് റെഡി? ഇനി ആ ഡ്രസ്സ് കുറച്ച് ദൂരെ കിടപ്പുണ്ടെന്നിരിക്കട്ടെ, അപ്പൊ നമ്മൾ അവിടെ ദൂരെ കിടക്കുന്ന ആ ഡ്രസ്സ് അത് കാണിക്കുകയാണ് നമ്മൾ. അവിടെ നമ്മൾ ചോദിക്കും ഇസ് ദാറ്റ് റെഡി? അങ്ങനെ ചോദിക്കാം. മനസ്സിലായോ? അപ്പൊ ഇത് അല്ലെങ്കിൽ അത് എന്നൊക്കെ പറഞ്ഞ് ചൂണ്ടിക്കാണിച്ച് നമുക്ക് പറയേണ്ടി വരുമ്പോ ദിസ് അല്ലെങ്കിൽ ദാറ്റ് എന്ന് പറയാം. പക്ഷെ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ച് അത് എന്ന് പറയാൻ വേണ്ടി ഇറ്റ് എന്നും പറയാം. അങ്ങനെ ഇറ്റ് പറഞ്ഞില്ലെങ്കിൽ നമ്മൾ വീണ്ടും വീണ്ടും ഇങ്ങനെ എന്റെ ഡ്രസ്സ് എന്ന് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കണ്ടേ? അതിന് പകരം നമ്മൾ അത് എന്ന് പറയുന്നേ ഉള്ളൂ. അവിടെ ഇറ്റ് എന്ന് പറയാം. ഇതേപോലെ ഞാൻ ഒരു ക്വസ്റ്റ്യൻ കൂടെ മലയാളത്തിൽ കാണിക്കാം. അപ്പൊ നിങ്ങൾ തീരുമാനിക്കൂ, അവിടെ ദിസ് ആണോ അതോ ഇറ്റ് ആണോ വരേണ്ടതെന്നേ. ഇപ്പൊ നിങ്ങൾ ഒരു AC വാങ്ങാനായിട്ട് ഒരു ഷോറൂമിൽ പോയി നിന്നിരിക്കട്ടെ. അപ്പൊ അവിടുത്തെ സെയിൽസ് പേഴ്സൺ നിങ്ങളോട് AC പല ബ്രാൻഡ്സിനെ കുറിച്ചൊക്കെ സംസാരിച്ചു. അപ്പൊ നിങ്ങൾ ചോദിക്കുകയാണ്, അതിലൊരു ബ്രാൻഡിനെ കുറിച്ച് നിങ്ങൾ ചോദിക്കുകയാണ്, അത് ഒരു നല്ല ബ്രാൻഡ് ആണോ എന്ന്. അപ്പൊ അവിടെ നിങ്ങൾ ഒന്നിനെയും ചൂണ്ടിക്കാണിച്ചുകൊണ്ടല്ല ചോദിക്കുന്നത്, ഏതോ ബ്രാൻഡിനെ കുറിച്ച് സംസാരിച്ചല്ലോ, ആ ബ്രാൻഡ് അത് എന്നാണ് നിങ്ങൾ ചോദിക്കുന്നത്. അവിടെ എങ്ങനെയാ ചോദിക്കുക? ഇസ് ഇറ്റ് എ ഗുഡ് ബ്രാൻഡ് എന്ന് ചോദിക്കും. ഇസ് ഇറ്റ് എ ഗുഡ് ബ്രാൻഡ്? മനസ്സിലായോ? ഇസ് ഇറ്റ് അവിടെ ഒന്നും ചൂണ്ടിക്കാണിച്ചില്ലല്ലോ, അപ്പൊ ഇസ് ദിസ് അല്ലെങ്കിൽ ഇസ് ദാറ്റ് എന്ന് പറയണ്ട, ഇസ് ഇറ്റ് എ ഗുഡ് ബ്രാൻഡ് എന്ന് ചോദിക്കാം. ഇനി അവിടെ കുറെ AC ഇരിപ്പുണ്ട്. അപ്പൊ നിങ്ങൾ ചോദിക്കുകയാണ്, ഇത് ഒരു നല്ല AC ആണോ? ഒരു AC അടുത്ത് നിൽക്കുകയാണ് നിങ്ങൾ ചൂണ്ടിക്കാണിക്കുകയാണ് അല്ലെങ്കിൽ തൊട്ട് കാണിക്കുകയാണ്, ഇതൊരു നല്ല AC ആണോ? അവിടെ എന്ത് ചോദിക്കും? ഇസ് ദിസ് എ ഗുഡ് AC എന്ന് ചോദിക്കും. ഇസ് ദിസ് എ ഗുഡ് എയർ കണ്ടീഷണർ എന്ന്. ഇസ് ദിസ് എന്നാണ് അവിടെ വരിക. അപ്പൊ നിങ്ങൾക്ക് വ്യത്യാസം മനസ്സിലായല്ലോ? ഇങ്ങനെ ഏതിനെങ്കിലും നേരെ ശരിക്ക് കാണിച്ചുകൊണ്ട് ഇത് അല്ലെങ്കിൽ അത് എന്ന് പറയണമെങ്കിൽ ദിസ് അല്ലെങ്കിൽ ദാറ്റ് എന്ന് ചോദിക്കാം.
അല്ലെങ്കിൽ ഇറ്റ് എന്ന് ചോദിച്ചാൽ മതി. ഇനി ഈ ചോദ്യം നോക്കൂ, അത് സാധ്യമാണോ? ഇപ്പൊ എന്തോ ഒരു കാര്യത്തെക്കുറിച്ച് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ കാര്യം അത് നടക്കുവോ, സാധ്യമാണോ എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ ഈ സാധ്യം എന്നുള്ളതിന് നമ്മൾ പോസിബിൾ എന്ന് പറയും. അപ്പൊ ഇവിടെ എങ്ങനെയാ ചോദ്യം വരിക? ആണോ അത് എന്ന് പറഞ്ഞ് തുടങ്ങണം. ഇസ് ഇറ്റ് പോസിബിൾ? കണ്ടോ, അവിടെ ഇറ്റാണ് വന്നത്. കാരണം നമ്മൾ ഒന്നും കാണിക്കുന്നില്ലല്ലോ, ഇത് അത് എന്നൊന്നും പറയുന്നില്ലല്ലോ. സംസാരിച്ചുകൊണ്ടിരുന്ന ആ കാര്യം, അവിടെ ഇറ്റ് വന്നാൽ മതി. ഇസ് ഇറ്റ് പോസിബിൾ എന്ന് ചോദിക്കും. ഇനി ഇങ്ങനെ ചോദിക്കണമെങ്കിലോ, ഇത് ശരിയാണോ? അപ്പൊ ശരിയായത്, ശരി എന്നുള്ളതിന് നമുക്ക് കറക്റ്റ് എന്ന് പറയാം. അപ്പൊ ഇവിടെ എന്തോ ഒരു കാര്യം നമ്മൾ എഴുതിയിട്ട് അത് ആരെങ്കിലും കാണിക്കുകയാണെന്നൊന്ന് നിങ്ങൾ സങ്കല്പിച്ചു നോക്കൂ. കാണിച്ചിട്ട് നമ്മൾ ചോദിക്കുകയാണ് ഇത് ശരിയാണോ എന്ന്. അപ്പൊ അവിടെ ദിസ് വരണം അല്ലെ? അപ്പൊ അവിടെ എന്താ ചോദിക്കുക? ഇസ് ദിസ് കറക്റ്റ്? അവിടെ ഇസ് ഇറ്റ് അല്ല, ഇസ് ദിസ് കറക്റ്റ് എന്ന് തന്നെ നമുക്ക് ചോദിക്കാം. ദിസ് തന്നെ വരും, കാണിച്ചു കൊടുക്കുകയല്ലേ ഇത് എന്ന്. അതുകൊണ്ടാണ് ദിസ് വന്നത്. ഇനി ഇങ്ങനെ ചോദിക്കണമെങ്കിലോ, ഇതാണോ ഉത്തരം? ഉത്തരം എന്നുള്ളത് നമ്മൾ ആൻസർ എന്നാണ് പറയുക. അപ്പൊ അവിടെ എങ്ങനെ ചോദിക്കുക? ഇത് ആണോ എന്ന്. ആണോ ഇത്? ഇസ് ദിസ് എന്ത് ഉത്തരം? ഇസ് ദിസ് ദി ആൻസർ? ഇസ് ദിസ് ദി ആൻസർ? മനസ്സിലായോ? മുൻപ് ഇത് ശരിയാണോ എന്ന് ചോദിച്ചപ്പോ ഇസ് ദിസ് കറക്റ്റ് എന്ന് ചോദിച്ചില്ലേ? അതേപോലെ ഇസ് ദിസ് ദി ആൻസർ. ഇനി ഈ ചോദ്യം നിങ്ങൾ എങ്ങനെ ഇംഗ്ലീഷിൽ ചോദിക്കും? ബാങ്ക് ദൂരെയാണോ? ദൂരെ എന്നുള്ളതിന് നമ്മൾ ഇംഗ്ലീഷിൽ ഫാർ എന്നാണ് കേട്ടോ പറയുക. അപ്പൊ ഇവിടെ നമ്മൾ ചോദിക്കുന്നത് ബാങ്കിനെ കുറിച്ചല്ലേ? ബാങ്ക് ഒന്നല്ലേ ഉള്ളൂ. അപ്പൊ ചോദ്യം എങ്ങനെ തുടങ്ങും? ആണോ എന്ന് പറഞ്ഞ് തുടങ്ങണ്ടേ? ഇസ് ആണ് വരിക. ഇസ് ദ ബാങ്ക് ഫാർ? ബാങ്ക് ദൂരെയാണോ എന്ന്. ഇസ് ദ ബാങ്ക് ഫാർ? മുൻപ് നമ്മൾ ആ ഒരു പാറ്റേൺ ഓർക്കുന്നുണ്ടോ? എന്റെ ഡ്രസ് റെഡി ആണോ എന്ന് ചോദിക്കാൻ ഇസ് മൈ ഡ്രസ് റെഡി എന്ന് ചോദിച്ചില്ലേ? അതേപോലെ ഇസ് ദ ബാങ്ക് ഫാർ. ഇനി ഇവിടെ ദൂരെ എന്നുള്ളതിന് നമ്മൾ ഫാർ എന്ന് പറഞ്ഞു. കുറച്ചുകൂടെ ഒന്ന് ഊന്നി പറയണമെങ്കിൽ നല്ല ദൂരം ഉണ്ടോ എന്നൊരർത്ഥം, വളരെ ദൂരെയാണോ എന്നൊരർത്ഥം കിട്ടാൻ നമുക്കിവിടെ അവേ എന്നൊരു വാക്കുകൂടെ ചേർക്കാം. ഇവിടെ എന്ത് വരുന്നറിയോ? ഇസ് ദ ബാങ്ക് ഫാർ അവേ എന്ന് ചോദിക്കും. ഇസ് ദ ബാങ്ക് ഫാർ അവേ എന്ന്. ഇനി ബാങ്ക് ഇവിടെ നിന്ന് ദൂരെയാണോ എന്ന് ചോദിക്കാൻ ആ ഇവിടെ നിന്ന് എന്ന് വന്നില്ലേ, അതിന് ഫ്രം ഹിയർ എന്നുകൂടെ ചേർക്കണം. അപ്പൊ ഇവിടെ എന്താണെന്നറിയോ? ഇസ് ദ ബാങ്ക് ഫാർ ഫ്രം ഹിയർ? ബാങ്ക് ഇവിടെ നിന്ന് ദൂരെയാണോ? ഇസ് ദ ബാങ്ക് ഫാർ ഫ്രം ഹിയർ? ഇനി അടുത്തത്, ബസ് ലേറ്റ് ആണോ എന്നാ ചോദിക്കുന്നത് കേട്ടോ. ഇപ്പൊ വൈകുന്നതിനാണല്ലോ നമ്മൾ ലേറ്റ് എന്ന് പറയുന്നത്. ഇവിടെ എങ്ങനെയാ ചോദിക്കുക? ബസ് ആണോ? ആണോ എന്ന് പറഞ്ഞ് തുടങ്ങണം. ഇസ് ദ ബസ്? ബസ് ഒന്നല്ലേ ഉള്ളൂ, അപ്പൊ ഇസ് മതി, ആർ വേണ്ട. ഇസ് ദ ബസ് ലേറ്റ് ആണോ എന്നല്ലേ ചോദിച്ചേ? ലേറ്റ് വന്നാൽ മതി. ഇനി ഇസ് ദ ബസ് ലേറ്റ്? മനസ്സിലായോ? ബാങ്ക് ദൂരെയാണോ എന്ന് ചോദിക്കാൻ ഇസ് ദ ബാങ്ക് ഫാർ? ബസ് ലേറ്റ് ആണോ? ഇസ് ദ ബസ് ലേറ്റ്? ഇനി ബസ് ഇന്ന് ലേറ്റ് ആണോ എന്ന് ചോദിക്കണം എന്നിരിക്കട്ടെ. അപ്പൊ ഇവിടെ നമ്മൾ പറഞ്ഞത് എന്താന്ന് കണ്ടോ? ബസ് ഇന്ന് ലേറ്റ് ആണോ എന്ന്. മലയാളത്തിൽ പക്ഷേ ഈ ഇന്ന് എന്ന് പറഞ്ഞില്ലേ, അത് നമുക്ക് എവിടെ വേണമെങ്കിലും വെക്കാം. ഇന്ന് ബസ് ലേറ്റ് ആണോ എന്ന് ചോദിക്കാം. ഇതുപോലെ ബസ് ഇന്ന് ലേറ്റ് ആണോ എന്ന് ചോദിക്കാം. അല്ലെങ്കിൽ ബസ് ലേറ്റ് ആണോ ഇന്ന് എന്നും ചോദിക്കാം. പക്ഷെ ഇംഗ്ലീഷിൽ ഇതെങ്ങനെയാ സാധാരണ പറയാന്നറിയോ? ഇസ് ദ ബസ് ലേറ്റ് ടുഡേ? ബസ് ഇന്ന് ലേറ്റ് ആണോ എന്നല്ലേ ചോദിച്ചേ? ആ ടുഡേ എന്നുള്ളത് നമ്മൾ അവസാനമാണ് ചേർത്തത്. ഇസ് ദ ബസ് ലേറ്റ് ടുഡേ? അങ്ങനെയാണ് ചോദ്യം വരിക. ഇനി ഇത് നോക്കൂ, ഈ കറി എരിവുള്ളതാണോ? അല്ലെങ്കിൽ ഈ കറിക്ക് എരിവുണ്ടോ? ഇങ്ങനെയാണ് നമുക്ക് ചോദിക്കേണ്ടത്. എരിവുള്ളത്, അതിന് നമ്മൾ സ്പൈസി എന്ന് പറയും. പക്ഷെ വേണമെങ്കിൽ ഇതിന് നമുക്ക് ഹോട്ട് എന്നും പറയാം. അപ്പോ നിങ്ങൾക്ക് അറിയാലോ, ചൂടുള്ളതിന് നമ്മൾ ഹോട്ട് എന്ന് പറയും. അപ്പൊ എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്ന അർത്ഥം നമുക്ക് എങ്ങനെ മനസ്സിലാവും? അത് നമുക്ക് ആ ഒരു സന്ദർഭത്തിൽ നിന്ന് മനസ്സിലാവും. എരിവുണ്ടോ അതോ ചൂടുണ്ടോ എന്നാണ് ചോദിക്കുന്നത് എന്നുള്ളത് ആ ചോദ്യത്തിൽ നിന്ന്, ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് നമുക്ക് മനസ്സിലാവും. അപ്പൊ ഇവിടെ എങ്ങനെയാണ് ഇത് ഇംഗ്ലീഷിൽ ചോദിക്കുക? ഈ കറിക്ക് എരിവുണ്ടോ എന്നെങ്ങനെ ചോദിക്കും? ഇസ് ദിസ് കറി? കറിയെ കുറിച്ച് എന്താ ചോദിച്ചേ? എരിവുണ്ടോന്ന്, സ്പൈസി ആണോന്ന്. സ്പൈസി എന്ന് അവസാനം വന്നാൽ മതി. ഇസ് ദിസ് കറി സ്പൈസി? അല്ലെങ്കിൽ ഇസ് ദിസ് കറി ഹോട്ട് എന്ന് ചോദിക്കാം. ഇനി ഈ ചോദ്യം കണ്ടോ, ഇത് നമുക്ക് പലപ്പോഴും ആവശ്യം വരുന്ന തരം ചോദ്യമല്ലേ. ഇപ്പൊ ഒരു സീറ്റ് ഒഴിഞ്ഞു കിടക്കുന്നുണ്ട്, അത് നമുക്ക് വേണം എന്നുണ്ടെങ്കിൽ നമ്മൾ ചോദിക്കും ഈ സീറ്റിൽ ആളുണ്ടോന്നല്ലേ. അപ്പൊ ഇവിടെ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ഓർക്കണം. നമ്മൾ ഇത്രയും ലെസൺസിലായിട്ട് ഒരുപാട് മലയാളം സെന്റൻസസ് കണ്ടു, അതൊക്കെ എങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയാന്ന് മനസ്സിലാക്കി. പക്ഷെ അവിടെ ഒന്നും നമ്മൾ മലയാളത്തിൽ നിന്ന് അങ്ങനെ തന്നെ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യല്ല ചെയ്തത്. അതായത് ഓരോ വാക്കായിട്ട് പെറുക്കി വെച്ച് ഇംഗ്ലീഷിൽ പറയല്ല ചെയ്തത്. അങ്ങനെ പറയാൻ സാധിക്കില്ല. കാരണം മലയാളത്തിന് മലയാളത്തിന്റെ രീതിയുണ്ട് സംസാരിക്കുന്നത്, അതുപോലെ ഇംഗ്ലീഷിനും ഇംഗ്ലീഷിന്റെ രീതിയുണ്ട് സെന്റൻസസും ചോദ്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. ആ വേർഡ് ഓർഡർ ഡിഫറെന്റ് ആണ്. അപ്പൊ അതിനാണ് നമ്മൾ ഈ പാറ്റേൺസ് പഠിച്ചു വെക്കുന്നത്.
അപ്പൊ ഇവിടെ ഇത് എങ്ങനെയാണ് ഇംഗ്ലീഷിൽ ചോദിക്കാന്നറിയാമോ? ഇസ് ദിസ് സീറ്റ് ടേക്കൻ എന്ന് ചോദിച്ചാൽ മതി. ഈ സീറ്റിന് ആളുണ്ടോ എന്നല്ലേ, അവിടെ ഇസ് ദിസ് സീറ്റ് ടേക്കൻ എന്നാ പറയുക. അതായത് ഓൾറെഡി ആ ഒരു സീറ്റ് ആരെങ്കിലും എടുത്തു കഴിഞ്ഞോ എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇസ് ദിസ് സീറ്റ് ടേക്കൻ. ഇപ്പൊ നമ്മള് ഇസ് അതുപോലെ ആർ വെച്ച് തുടങ്ങുന്ന ചോദ്യങ്ങൾ കണ്ടില്ലേ? അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഇതിന്റെ എല്ലാം ഉത്തരങ്ങൾ എങ്ങനെയായിരിക്കും വരുന്നത്? അപ്പൊ ഞാൻ ചോദിക്കുകയാണ്, ഇത് നിന്റെ ഷർട്ടാണോ? ഇസ് ദിസ് യുവർ ഷർട്ട്? അപ്പൊ നിങ്ങൾ എന്ത് പറയും? ആണ് അല്ലെങ്കിൽ അല്ല, യെസ് അല്ലെങ്കിൽ നോ പറയും അല്ലെ? അല്ലെങ്കിൽ നിങ്ങൾ റെഡിയാണോ? ആർ യു റെഡി? അവിടെ നിങ്ങൾ യെസ് അല്ലെങ്കിൽ നോ പറയും. പക്ഷെ എപ്പോഴും നമുക്ക് ഇങ്ങനെ യെസ് നോ മാത്രമാണ് ഉത്തരമായിട്ട് കിട്ടുക. എനിക്ക് നിങ്ങളുടെ പേര് ചോദിക്കണമെങ്കിൽ അവിടെ നിങ്ങളൊരു പേര് മറുപടിയായിട്ട് പറഞ്ഞേ പറ്റൂ അല്ലെ? അവിടെ യെസ് നോ പറ്റില്ല. അങ്ങനെയുള്ള ചോദ്യങ്ങൾക്ക് അപ്പോ ആ പാറ്റേൺ വ്യത്യാസം ഉണ്ടാവും, ശരിയല്ലേ? അപ്പൊ അതാണ് നമ്മൾ ഇനി നോക്കുന്നത്. ഞാനിവിടെ ചോദിക്കുകയാണ്, ഇതെന്താണ്? ഞാൻ എന്തെങ്കിലും ഒരു സാധനം ഇങ്ങനെ കാണിച്ചിട്ട് ചോദിക്കുകയാണ്, ഇതെന്താണ്? അവിടെ എന്ത് എന്നൊരു ചോദ്യം വന്നിട്ടുണ്ട് അല്ലെ? അവിടെ നമുക്കൊരു പുതിയ വാക്ക് ഉപയോഗിക്കണം. എന്ത് എന്നുള്ളതിന് നമ്മൾ ഇംഗ്ലീഷിൽ വാട്ട് എന്നാ ചോദിക്കുക. വാട്ട്. അപ്പൊ ഇവിടെ എങ്ങനെ ചോദിക്കുക? ഈ വാട്ട് എന്ന് പറയുന്ന ആ ഒരു ക്വസ്റ്റ്യൻ വേർഡ് ഉണ്ടല്ലോ, ചോദ്യം ചോദിക്കാൻ ഉപയോഗിക്കുന്ന വാക്ക്, അത് വെച്ചാണ് ചോദ്യം തുടങ്ങുക. വാട്ട് ഇസ് ദിസ് എന്നാണ് ചോദ്യം വരിക. അപ്പോ മലയാളത്തിൽ നമ്മൾ എങ്ങനെയാ ചോദിച്ചെന്ന് കണ്ടോ? ഇതെന്താണെന്നായിരിക്കും ചോദിക്കുന്നത്. വേണമെങ്കിൽ എന്താണ് ഇതെന്ന് ചോദിക്കാം, പക്ഷെ കൂടുതലും സാധ്യത ഇതെന്താണെന്ന് ചോദിക്കുക. പക്ഷെ ഇംഗ്ലീഷിൽ അങ്ങനെയല്ല. ആ വാട്ട് എന്ന ക്വസ്റ്റ്യൻ വേർഡാണ് ആദ്യം വരിക. വാട്ട് ഇസ് ദിസ്? അപ്പൊ മുൻപ് നമ്മൾ ഇസ് വെച്ചല്ലേ തുടങ്ങിയത്, അതിന് മുൻപ് ഇവിടെ ആ ക്വസ്റ്റ്യൻ വേർഡ് വാട്ട് കൂടെ വരണം. വാട്ട് ഇസ് ദിസ്? ഇതെന്താണെന്ന്. അപ്പൊ നിങ്ങൾ അതിന്റെ മറുപടി പറയും, ദിസ് ഇസ് എ ബുക്ക് എന്ന് പറയും, അല്ലെങ്കിൽ ദിസ് ഇസ് മൈ പെൻ എന്ന് പറയും. മനസ്സിലായോ? ഇനി ഇവിടെ എനിക്ക് ചോദിക്കണം, അതെന്താണ്? ഇത് മാറി അത് വന്നു, വ്യത്യാസം വേറെ ഒന്നുമില്ല. വാട്ട് ഇസ് ദാറ്റ് എന്ന് ചോദിക്കും. അവിടെയും നിങ്ങൾ എനിക്കൊരു ഉത്തരം പറഞ്ഞു തരും. അതെന്റെ ബാഗാണ്, ദാറ്റ് ഇസ് മൈ ബാഗ് എന്ന് പറയും. ഇത് കണ്ടോ, നിങ്ങളുടെ പേരെന്താണ്? അവിടെയും എന്ത് എന്നാണ് ചോദ്യം വന്നത്. എന്താണ് അല്ലെ? അതാണ് ആദ്യം വരുന്നത്. വാട്ട് ഇസ് എന്താണെന്ന് ചോദിക്കുന്നേ. എന്തെന്താണെന്ന്? നിങ്ങളുടെ പേര്. അതിന് യോർ നെയിം എന്നല്ലേ ചോദിക്കുന്നേ. അപ്പൊ വാട്ട് ഇസ് യോർ നെയിം? വാട്ട് ഇസ് യോർ നെയിം എന്നാണ് ചോദ്യമേ. അവിടെ നിങ്ങൾ യെസ് അല്ലെങ്കിൽ നോ എന്നല്ല ഉത്തരം പറയാ, നിങ്ങളുടെ പേരാണ് എന്നോട് പറയുക. ഇനി ഈ ചോദ്യം നോക്കൂ, നീ എന്താണ് ചെയ്യുന്നത്? അപ്പൊ നിന്നെ കുറിച്ച് അല്ലെങ്കിൽ നിങ്ങളെ കുറിച്ചാണ് ചോദ്യം കേട്ടോ. ചെയ്യുക എന്നുള്ളതിന് നമ്മൾ ഡു എന്നാണ് പറയുക. അപ്പൊ നിങ്ങൾ ഇവിടെ എന്തോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, എനിക്ക് കാണാം, അതാ ഞാൻ ചോദിക്കുന്നത്, നീ എന്താണ് ചെയ്യുന്നതെന്ന്. അപ്പൊ അവിടെ നമുക്ക് ഡൂയിങ് എന്നുള്ളത് ആവശ്യം വരും കേട്ടോ. പിന്നെ ഓർമ്മയുണ്ടോ, ഈ യുവിന്റെ കൂടെ നമ്മൾ ആർ അല്ലേ ചേർക്കുക, ഇസ് അല്ലല്ലോ. അതൊന്ന് ഓർത്തു വെച്ചേക്കണേ. ഇവിടെ ചോദ്യം എങ്ങനെ വരും? എന്താണ് ചെയ്യുന്നത്, അതാണ് ചോദ്യം. വാട്ട് ആർ യു ഡൂയിങ്? നിങ്ങളെ കുറിച്ചല്ലേ ചോദ്യം. അപ്പൊ വാട്ട് ആർ യു ഡൂയിങ്? ഇനി അവൾ എന്താണ് ചെയ്യുന്നതെന്ന് ചോദിക്കണമെങ്കിലോ, വാട്ട് ഇസ് ഷീ ഡൂയിങ്? കണ്ടോ, രണ്ട് ക്വസ്റ്റ്യൻസ് നിങ്ങളൊന്ന് താരതമ്യപ്പെടുത്തി നോക്കൂ. നിങ്ങളെ കുറിച്ചാണെങ്കിൽ വാട്ട് ആർ യു ഡൂയിങ്, അവളെ കുറിച്ചാണെങ്കിൽ വാട്ട് ഇസ് ഷീ ഡൂയിങ്. ഇനി ഇത് നിങ്ങൾ തന്നെ പറഞ്ഞു നോക്കൂ. അയാൾ എന്താണ് പറയുന്നത്? പറയുക എന്നുള്ളതിന് സേ എന്ന് പറയാം അല്ലെ? അയാളെ കുറിച്ചാ ചോദ്യം. അപ്പോ എന്താണ് അതാദ്യം പറയണം. വാട്ട് ഇസ് അയാൾ, ഹി, വാട്ട് ഇസ് ഹി സേയിങ്? വാട്ട് ഇസ് ഹി സേയിങ്? അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. എന്തെന്ന് ചോദിക്കേണ്ടി വരുമ്പോൾ നമ്മൾ വാട്ട് എന്ന് പറഞ്ഞാണ് ആ ചോദ്യം ഇംഗ്ലീഷിൽ തുടങ്ങുന്നത്. ഇനി നമ്മൾ അടുത്ത തരം ചോദ്യം കാണാൻ പോവുകയാണെ. എനിക്ക് ചോദിക്കണം, നിങ്ങൾ ആരാണ്? അപ്പൊ നിങ്ങൾ എനിക്കറിയില്ല, നിങ്ങൾ ആരാണെന്നാണ് ഞാൻ ചോദിക്കുന്നത്. ആര് എന്നുള്ളതിന് നമ്മൾ ഇംഗ്ലീഷിൽ ഹൂ എന്നാ പറയുക. അപ്പൊ ഇവിടെ കണ്ടല്ലോ, ഈ ക്വസ്റ്റ്യൻ അത് എഴുതിയിരിക്കുന്നത് WHO എന്നാണ്. പക്ഷെ ആ W ഉണ്ടല്ലോ, അതിവിടെ സൈലന്റ് ആണ്. നമ്മൾ വൂ എന്നല്ല പറയാ, ഹൂ എന്നാണ്. H ആണ് ആദ്യം വരുന്നത് പറയുമ്പോ. ഹൂ എന്നാണത് നമ്മൾ ഉച്ചരിക്കുന്നത്. ഓക്കെ. അപ്പൊ ഇവിടെ എങ്ങനെ ചോദ്യം വരിക? ആരാണ് നിങ്ങൾ എന്നാണ് ചോദ്യം. അവിടെ എങ്ങനെ തുടങ്ങും? ഹൂ ആർ യു? യു അല്ലേ നിങ്ങൾ. അപ്പൊ യുവിന്റെ കൂടെ ആർ വരണ്ടേ? ഹൂ ഇസ് യു എന്ന് ചോദിക്കില്ലല്ലോ, അതുകൊണ്ടാണ് ഹൂ ആർ യു. ഹൂ ആർ യു? അപ്പൊ ഇതെങ്ങനെ ചോദിക്കും? അവര് ആരാണ്? അവര് ദേ അല്ലേ. അപ്പൊ എങ്ങനെ ചോദിക്കും? ആരാണ് അവർ? ഹൂ ആർ ദേ. ഈ ദേ എന്ന് പറയുന്നത് ഒന്നിൽ കൂടുതൽ ആളുകളില്ലേ, അവര്, അതുകൊണ്ടാണ് ആർ വന്നത്. ഹൂ ആർ ദേ? മനസ്സിലായോ ഇപ്പോ? ഹൂ ആർ യു? ഹൂ ആർ ദേ? പക്ഷെ അയാളെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ ഞാൻ ഹൂ ഇസ് ഹി എന്ന് ചോദിക്കുമായിരുന്നു. അയാൾ ഒരാളേ ഉള്ളൂ. ഹൂ ഇസ് ഹി?
അപ്പൊ ഈ ചോദ്യം നോക്കൂ, ഞാൻ ഒരു പെൺകുട്ടി ആദ്യമായിട്ട് കാണുകയാണ്. ഞാൻ ചോദിക്കുകയാണ്, ആരാണ് ആ പെൺകുട്ടി? അപ്പൊ ഇവിടെ കണ്ടോ, ആ പെൺകുട്ടി എന്ന് പറയുന്നുണ്ട്. എനിക്ക് കാണാം ദൂരെ നിൽക്കുന്ന കുട്ടി. അപ്പൊ ദാറ്റ് ഗേളിന് വരുവേ. ഇവിടെ ആരാണ്, ഹൂ ഇസ് ദാറ്റ് ഗേൾ. ഈ ദാറ്റ് ഗേൾ, ആ പെൺകുട്ടി ഒരാളല്ലേ ഉള്ളൂ, അതുകൊണ്ടാണ് ഹൂ ഇസ് വന്നത്. ഹൂ ഇസ് ദാറ്റ് ഗേൾ? നിങ്ങൾക്ക് പാറ്റേൺ മനസ്സിലായല്ലോ. ഒരാളെ ഉള്ളെങ്കിൽ ഹൂ ഇസ് ഷീ. കുറെ പേരുണ്ടെങ്കിൽ ഹൂ ആർ ദേ. പലപ്പോഴും ടീച്ചേഴ്സ് ഒക്കെ ക്ലാസ്സിൽ ഇങ്ങനെ ചോദിക്കാറുണ്ട്, ആരാണ് ശബ്ദം ഉണ്ടാക്കുന്നത്? അപ്പൊ ശബ്ദം എന്നുള്ളത് നമുക്ക് സൗണ്ട് എന്ന് പറയാം, പക്ഷെ ഇവിടെ ടീച്ചർ ഉദ്ദേശിക്കുന്നത് ബഹളം എന്നുള്ള അർത്ഥത്തിലല്ലേ. അവിടെ നമ്മൾ നോയ്സ് എന്നാണ് പറയുക, നോയ്സ്. ഇവിടെ നോയ്സ് അല്ല കേട്ടോ, എസ് അല്ല, ആ സെഡ്, ആ ശബ്ദം വരണേ, നോയ്സ് എന്ന് പറയും. അപ്പൊ ഇവിടെ എന്താ പറയുക, നമ്മള് ഉണ്ടാക്കുക എന്നുള്ളതിന് മേക്ക് എന്ന് പറയും. അപ്പോ ആരാണ്, ഹൂ ഇസ് മേക്കിംഗ് നോയ്സ്, ഹൂ ഇസ് മേക്കിംഗ് നോയ്സ് എന്നാണ് ചോദ്യം വരിക. അപ്പൊ ഇവിടെ ഏതെങ്കിലും ഒരു കുട്ടിയെ ഉദ്ദേശിച്ചായിരിക്കാം ടീച്ചർ ചോദിക്കുന്നത്, അതുകൊണ്ടാണ് നമ്മളിവിടെ ഹൂ ഇസ് മേക്കിംഗ് നോയ്സ് എന്ന് ചോദിച്ചത്. ഇനി ടീച്ചർ ചിലപ്പോൾ കുറെ കുട്ടികൾ അവിടെ സംസാരിക്കുന്നത് കണ്ടിട്ടാണെങ്കിൽ ഹൂ ആർ മേക്കിംഗ് നോയ്സ് എന്നും ചോദിക്കാം. അപ്പൊ നമുക്ക് ചോദിക്കുന്ന ആൾക്ക് തന്നെ അറിയാലോ നമ്മൾ കുറെ പേരെ കുറിച്ചാണോ ഒരാളെ കുറിച്ചാണോ എന്ന്. അവിടെ ഇസ് അല്ലെങ്കിൽ ആർ, ആ ഒരു കോണ്ടെക്സ്റ്റ് അനുസരിച്ച് നമുക്ക് ഉപയോഗിക്കാം. ഇപ്പൊ കണ്ടല്ലോ, എന്ത് എന്നുള്ളതിന് നമ്മൾ വാട്ട് എന്ന് ചോദിക്കും, അതുപോലെ ആര് എന്നുള്ളതിന് ഹൂ എന്ന് വരും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ വേർഡ് നമ്മൾ കാണാൻ പോവാട്ടോ. നമ്മൾ പലപ്പോഴും ചോദിക്കേണ്ടി വരാറുള്ള തരം ചോദ്യങ്ങളാണിത്. എന്റെ ഫോൺ എവിടെ ചോദിക്കില്ലേ, ഇവിടെ എവിടെ എന്ന് കണ്ടില്ലേ, അതിന് നമ്മൾ ഇംഗ്ലീഷിൽ വേർ എന്നാണ് പറയുക. സ്പെല്ലിംഗ് കണ്ടോ, WHERE. അപ്പൊ ഇവിടെ ഈ H ഇവിടെ സൈലന്റ് ആണെന്ന് ഓർക്കണേ, വേർ എന്നാണ് പറയുക, വേ അല്ല കേട്ടോ. പക്ഷെ നമ്മളിത് ഈ വേർ എന്നുള്ളത് നമ്മൾ ക്വസ്റ്റ്യനിൽ പറയുമ്പോൾ അത് ഒരുമിച്ച് വാക്കുകൾ ചേർത്ത് പറയുമ്പോൾ വേർ എന്ന് തന്നെ പറയണമെന്നില്ല. ഇപ്പൊ നമുക്കിത് നോക്കാം. ഇവിടെ നമ്മൾ ചോദിക്കുക, വേ ഇസ് മൈ ഫോൺ, വേ ഇസ് മൈ ഫോൺ, വേ ഇസ് മൈ ഫോൺ. അവിടെ നമ്മൾ വേർ ഇസ് എന്ന് തന്നെ ഇങ്ങനെ എടുത്ത് നീട്ടി പറയണമെന്നില്ല. വേ ഇസ് മൈ ഫോൺ, ആ വേറിന്റെ കൂടെ ആ എസ് കൂടെ നമ്മൾ അങ്ങ് ചേർക്കുകയാണ്. അപ്പൊ വേണമെങ്കിൽ നമുക്കതിങ്ങനെ ചുരുക്കി എഴുതാം, വേ ഇസ് അപ്പോസ്ട്രോഫി എസ്, വേ ഇസ് മൈ ഫോൺ. പക്ഷെ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഇവിടെ ഫോൺ ഒന്നേ ഉള്ളൂ, അതുകൊണ്ട് വേർ ഇസ് എന്ന് പറഞ്ഞു നമ്മള്. ഇനി നമ്മൾ ചോദിക്കുന്നത് എന്റെ ജീൻസ് എവിടെയെന്നാണ്. അപ്പൊ നമ്മൾ നോക്കുമ്പോൾ മലയാളത്തിൽ നമ്മൾ കാര്യങ്ങൾ ഇങ്ങനെ ആലോചിക്കുന്ന രീതിയിൽ ജീൻസ് എന്ന് പറയുമ്പോൾ ഒന്നേ ഉള്ളൂ അല്ലെ, അത് ഒരു വസ്ത്രമാണ്. പക്ഷെ ഇംഗ്ലീഷിൽ അത് കണക്കാക്കുന്നത് അങ്ങനെയല്ല. ജീൻസ് എന്ന് പറയുന്നതിന് രണ്ട് ഭാഗങ്ങളുണ്ട് അല്ലെ. അവിടെ നമ്മൾ അതിനെ ഒന്നിൽ കൂടുതലായിട്ടാണ് അത് കാണുന്നത്, ജീൻസ്. അവിടെ നമ്മളത് പ്ലൂറൽ ആയിട്ടാണ് കാണുന്നതെന്ന്. അപ്പൊ അവിടെ വേർ ഇസ് അല്ല, വേർ ആർ പറയണം. ഇവിടെ എന്താ പറയാന്നറിയാമോ, വേർ ആർ മൈ ജീൻസ്, വേർ ആർ മൈ ജീൻസ് എന്നാണ് ഇവിടെ പറയുക. വേർ ഇസ് അല്ല കേട്ടോ, വേർ ആർ മൈ ജീൻസ്. അതുപോലെ പാൻസ് എന്ന് പറയുമ്പോഴും വേർ ആർ മൈ പാൻസ്, ട്രൗസേഴ്സ് എന്ന് പറയുമ്പോഴും വേർ ആർ മൈ ട്രൗസേഴ്സ് എന്ന് പറയണം, ആർ വരണം അവിടെ എല്ലാം. അപ്പൊ ഇതെങ്ങനെ ചോദിക്കും, നീ എവിടെയാണ്, യു ആണ്, നീ, നിങ്ങൾ, അതിനെല്ലാം യു അല്ലേ വരുന്നേ. അവിടെ യുവിന്റെ കൂടെ ആറല്ലേ. അപ്പോ വേർ ആർ യു, വേർ ആർ യു, വേർ ഇസ് അല്ല, വേർ ആർ യു എന്നാണ് ചോദ്യം. അപ്പൊ ഇതോ, നിങ്ങളുടെ വീട് എവിടെയാണ്, നിങ്ങളല്ല, നിങ്ങളുടെ വീട്. അപ്പൊ നിങ്ങളുടെ വീട് എന്ന് പറയുമ്പോ ഒരു വീടല്ലേ ഉള്ളൂ, അവിടെ അത് ശ്രദ്ധിക്കണം കേട്ടോ. ഈ നിങ്ങളുടെ കാണുമ്പോ ഉടനെ ആർന്ന് ഓർക്കരുതേ. അപ്പൊ ഇവിടെ എങ്ങനെയാ ചോദ്യം വരുന്നതെന്ന് അറിയാമോ, എവിടെയാണ്, ഒരു വീടാണ് ചോദിക്കുന്നത്. വേർ ഇസ് എന്ത്, നിങ്ങളുടെ വീട്, യുവർ ഹൗസ്. വേർ ഇസ് യുവർ ഹൗസ്, മനസ്സിലായോ, വേർ ഇസ് യുവർ ഹൗസ്. ക്ലിയർ ആയല്ലോ. ഇപ്പൊ ആ എന്തിനെ കുറിച്ചാണ് ചോദിക്കുന്നത് എന്നുള്ളതിനനുസരിച്ചാണ് ഇവിടെ ചോദ്യം വരുന്നത്. അപ്പൊ നിങ്ങളുടെ വീട് ഒന്നേ ഉള്ളൂ, അപ്പൊ ഇസ്. ഓക്കെ, അപ്പൊ വേർ ഇസ് യുവർ ഹൗസ്. ഇപ്പൊ നമ്മള് 3 ക്വസ്റ്റ്യൻ വേർഡ്സ് കണ്ടു കഴിഞ്ഞു അല്ലെ. എന്തെന്നുള്ളതിന് വാട്ട്, ആര്, ഹൂ, എവിടെ, വേർ, ഇത്രയും കണ്ടു. ഇനി അടുത്തത് കാണാൻ പോവാട്ടോ. ഞാൻ ചോദിക്കാണ്, നിന്റെ ബർത്ത്ഡേ എപ്പോഴാണ്, എപ്പോൾ അല്ലെങ്കിൽ എന്ന്. ഇതിന് നമ്മള് വെൻ എന്നാ ചോദിക്കാം. അപ്പൊ ഇവിടെയും കണ്ടല്ലോ, WHEN ഉണ്ട്, ആ H ഉണ്ടല്ലോ അത് സൈലന്റ് ആണ്. അപ്പൊ വെൻ എന്ന് മാത്രം പറഞ്ഞാൽ മതി. അപ്പൊ ഇവിടെ എങ്ങനെ ചോദ്യം വരും, നിന്റെ പിറന്നാൾ എപ്പോഴാണെന്ന്. അപ്പൊ ചോദ്യം വെൻ ഇസ് യോർ ബർത്ത്ഡേ. അവിടെ എങ്ങനെ ഇസ് വന്നത്, നമ്മൾ മുൻപ് കണ്ടതുപോലെ തന്നെ ഇവിടെ ചോദിക്കുന്നത് നിങ്ങളെ കുറിച്ചല്ല, നിങ്ങളുടെ ബർത്ത്ഡേയെ കുറിച്ചാണ്. ബർത്ത്ഡേ അതൊന്നല്ലേ ഉള്ളൂ, അതുകൊണ്ടാണ് വെൻ ഇസ്. വെൻ ഇസ് എന്ത്, നിങ്ങളുടെ ബർത്ത്ഡേ, യോർ ബർത്ത്ഡേ. വെൻ ഇസ് യോർ ബർത്ത്ഡേ. ഇനി ഇത് നിങ്ങൾ തന്നെ ട്രൈ ചെയ്യൂ. പാർട്ടി എപ്പോഴാണ്, അതായത് എപ്പോഴാണ് പാർട്ടി, അതാണ് ചോദ്യം. അപ്പൊ
അപ്പൊ എപ്പോൾ എന്നുള്ളതിന് വെൻ ആണ് വരിക. പാർട്ടി ഒന്നല്ലേ, വെൻ ഇസ് ദ പാർട്ടി, വെൻ ഇസ് പാർട്ടി അല്ല കേട്ടോ, ദ വരണം. നമ്മൾ ഇത്രയും നാളും പഠിച്ചു കഴിഞ്ഞ കാര്യമല്ലേ. ഏതോ ഒരു പ്രത്യേക പാർട്ടിയെ കുറിച്ച് ചോദിക്കുന്നതുകൊണ്ടാണ് ദ വരുന്നത്. വെൻ ഇസ് ദ പാർട്ടി. ഇനി ഇത്, അവരെപ്പോഴാണ് പുറപ്പെടുന്നത്. അപ്പൊ എങ്ങോട്ടെങ്കിലും ഒരു യാത്രയ്ക്ക് ഇറങ്ങുക, പുറപ്പെടുക എന്ന് പറയില്ലേ, അതിന് നമുക്ക് ലീവ് എന്ന് പറയാം. ആ സ്ഥലം വിട്ടു പോവുകയാണ്, സ്ഥലത്ത് നിന്ന് പുറപ്പെടുകയാണ്, ലീവ്. അപ്പൊ ഇവിടെ എപ്പോഴാണ് എന്നാണ് ചോദിക്കുന്നത്, വെൻ ആണ് വരേണ്ടത്. നമ്മൾ അവരെ കുറിച്ചല്ലേ ചോദിക്കുന്നത്, ദേ അല്ലേ. അത് ഒന്നിൽ കൂടുതൽ പേരുള്ളത് കൊണ്ട് വെൻ ആർ ദേ ലീവിങ്, വെൻ ആർ ദേ ലീവിങ്. അപ്പൊ 4 ക്വസ്റ്റ്യൻ വേർഡ്സ് കിട്ടിയല്ലോ. വാട്ട്, ഹൂ, വേർ, വെൻ. ഇത്രയും കിട്ടിയില്ലേ. ഇനി അടുത്തത് നോക്കൂ. ഇവിടെ ശ്രദ്ധിക്കണം കേട്ടോ. ചോദ്യം ഇങ്ങനെയാണ്, നിങ്ങൾ എന്താണ് വൈകിയത്. ഇവിടെ നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ തോന്നിയേക്കാം. ഞാൻ ചോദിച്ചത് നിങ്ങൾ എന്താണ് എന്നാണ്. ഈ എന്ത് എന്ന് കേൾക്കുമ്പോൾ തന്നെ വാട്ട് ആണല്ലോ എന്ന് ഓർക്കരുതേ. ഇവിടെ എന്താണെന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത് എന്തുകൊണ്ടാണ് എന്നാണ്. പക്ഷെ മലയാളത്തിൽ പലപ്പോഴും നമ്മൾ പറയാറുള്ളത് എന്താണെന്നാണ്. നിങ്ങൾ എന്താ കരയുന്നത്, നിങ്ങൾ എന്താ വൈകിയതെന്നൊക്കെ അല്ലേ ചോദിക്കുക. പക്ഷെ ഉദ്ദേശിക്കുന്നത് അതിന്റെ കാരണമാണ് നമ്മൾ അന്വേഷിക്കുന്നത്. മനസ്സിലായി? റീസൺ ആണ് ചോദിക്കുന്നത്. ഒരു കാരണത്തെക്കുറിച്ച് ചോദിക്കാൻ എന്തുകൊണ്ട് എന്നുള്ളൊരു അർത്ഥം കിട്ടാൻ നമ്മൾ വൈ എന്നാ ചോദിക്കുക. വൈ. അപ്പൊ അവിടെയും WHY ആണ് സ്പെല്ലിംഗ്. ആ H അവിടെ സൈലന്റ് ആണ്. വൈ എന്ന് മാത്രം നമ്മൾ പറയുള്ളൂ. അപ്പൊ ഇവിടെ എന്താ നമ്മൾ ചോദിക്കുക, നിങ്ങൾ എന്താണ് വൈകിയത്. അപ്പൊ നിങ്ങളെ കുറിച്ചാണ്. വൈ ആർ യു. വൈകുക എന്നുള്ളതിന് ലേറ്റ് എന്ന് പറഞ്ഞ പോരെ. വൈ ആർ യു ലേറ്റ്, വൈ ആർ യു ലേറ്റ്. ഇതും വൈ വെച്ച് തന്നെ തുടങ്ങുന്ന ഒരു ചോദ്യമാണേ. എന്താണ് ദീപ കരയുന്നത് എന്ന് വെച്ചാൽ എന്തുകൊണ്ടാണ് ദീപ കരയുന്നതെന്ന്. അപ്പൊ വൈ ആണ് ആദ്യം വരേണ്ടത്. നമ്മൾ ദീപയെ കുറിച്ചല്ലേ പറയുന്നേ, ദീപ ഒരാളല്ലേ ഉള്ളൂ. അപ്പൊ വൈ ഇസ് ദീപ. ദീപ എന്താ ചെയ്യുന്നതെന്ന്, കരയുക, കരയുന്നത് എന്നാണ്. കരയുക എന്നുള്ളതിന് ക്രൈ അല്ലേ, ING കൂടെ വരണം. വൈ ഇസ് ദീപ ക്രൈയിങ്. കരയുക എന്ന് പറഞ്ഞിരിക്കുന്ന പ്രവൃത്തി ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അപ്പൊ ING വരും. വൈ ഇസ് ദീപ ക്രൈയിങ്. അതാണ് ഇവിടുത്തെ ചോദ്യം. ഇതേപോലെ വേറെ ഒരെണ്ണം ഞാൻ പറയാം, നിങ്ങൾ ട്രൈ ചെയ്യൂ. നീ എന്താണ് ചിരിക്കുന്നത്. ചിരിക്കുക എന്നുള്ളത് നമ്മൾ എന്താ ഇംഗ്ലീഷിൽ പറയുക, അവിടെ ലാഫ് എന്ന് പറയും. ഇപ്പൊ വെറുതെ മന്ദഹസിക്കുക എന്നുള്ള അർത്ഥത്തിൽ നമ്മൾ സ്മൈൽ എന്ന് പറയും. ഇവിടെ ചിരിക്കുകയാണ് അല്ലെ, ശരിക്കും ചിരി എന്നുള്ള അർത്ഥത്തിൽ ലാഫ് എന്ന് പറയും. അപ്പൊ ഇത് ലോഫ് അല്ലാട്ടോ, ലാഫ് എന്ന് പറഞ്ഞാൽ മതി. സ്പെല്ലിംഗ് കണ്ടോ, LAUGH ആണ്. ഇവിടെ F വരുന്നില്ല, പക്ഷെ GH എന്നുള്ളതിന് ആ F എന്നുള്ള സൗണ്ട് ആണ് വരിക. അപ്പൊ ലാഫ് എന്ന് പറയും. അപ്പൊ ഇവിടെ എങ്ങനെ ചോദിക്കുക, നീ എന്തുകൊണ്ടാണ് ചിരിക്കുന്നതെന്ന്. വൈ ആർ യു ലാഫിങ്. വൈ ആർ യു ലാഫിങ്. കരയായിരുന്നെങ്കിൽ വൈ ആർ യു ക്രൈയിങ് എന്ന് ചോദിക്കുമായിരുന്നു. ഇവിടെ ചിരി, വൈ ആർ യു ലാഫിങ്. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എല്ലാ തരം ക്വസ്റ്റ്യൻസും ഒന്നും കവർ ചെയ്തിട്ടില്ല കേട്ടോ. നമ്മളിവിടെ രണ്ട് പാറ്റേൺസ് ആണ് കണ്ടത്. ഒന്ന് ഈ യെസ് ഓർ നോ ആൻസർ വരുന്ന തരം ചോദ്യം. മറ്റത് നമുക്ക് ശരിയായിട്ടൊരു ഉത്തരം തന്നെ കിട്ടുന്ന രീതിയിൽ, ഒരു പേരോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഉത്തരം കിട്ടുന്ന രീതിയിലുള്ള ഒരു ചോദ്യമാണ് നമ്മൾ ചോദിച്ചത് അല്ലേ. ആ ചോദ്യം ചോദിക്കാൻ നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻ വേർഡ്സ് പഠിച്ചു എന്ന്. അപ്പൊ എന്ത് എന്നുള്ളതിന് വാട്ട് എന്ന് പറയും, ആര്, ഹൂ, എവിടെ, വേർ, എപ്പോൾ അല്ലെങ്കിൽ എന്ന്, വെൻ, എന്തുകൊണ്ട് എന്നുള്ളതിന് വൈ എന്നും പറയും. എന്തുകൊണ്ട് എന്നുള്ളത് ശ്രദ്ധിക്കണം. എപ്പോഴും നമ്മൾ മലയാളത്തിൽ എന്തുകൊണ്ട് എന്ന് പറയണമെന്നില്ല, ചിലപ്പോൾ എന്തെന്നേ പറയുള്ളൂ. എന്താണ് ഉദ്ദേശിക്കുന്നത്, അർത്ഥമാക്കുന്നതെന്ന് നമ്മൾ തന്നെ മനസ്സിലാക്കണം. എന്നിട്ട് അത് ഇംഗ്ലീഷിൽ പറയണം കേട്ടോ. അപ്പൊ ഇന്ന് നമ്മൾ പഠിച്ച കാര്യങ്ങളെ വെച്ചിട്ട് ഞാനിവിടെ 3 ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. നിങ്ങൾ അത് നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കിയിട്ട് മാത്രം ആൻസർ ചെയ്യൂ, ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കൂ. ആദ്യത്തെ ക്വസ്റ്റ്യൻ, നീ എന്താണ് കഴിക്കുന്നത്. കഴിക്കുക എന്നുള്ളതിന് ഈറ്റ് എന്നാണ് പറയുന്നത്. നീ എന്താണ് കഴിക്കുന്നത്. നീ അല്ലെങ്കിൽ നിങ്ങൾ, അതിനെന്താ പറയാ നിങ്ങൾക്ക് അറിയാലോ. അടുത്തത്, അവര് എന്താണ് ഇവിടെ. ഇവിടെ എന്താണെന്ന് വെച്ചാൽ ആദ്യത്തെ ക്വസ്റ്റ്യനിലുള്ള എന്താണല്ല, അവരെന്തുകൊണ്ടാണെന്നാണ് ഇവിടെ അർത്ഥം കേട്ടോ. അവരെന്താണ് ഇവിടെ. അപ്പൊ ഇവിടെ എന്നുള്ളതിന് നമ്മൾ ഹിയർ എന്നാണ് പറയുക അല്ലെ. അവരെന്താണ് ലേറ്റ് ആയതെന്ന് പറയില്ലേ, അതുപോലെയാണ് ഇവിടെ ഹിയർ എന്ന് നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഇനി മൂന്നാമത്തത് നോക്കൂ, ആരാണ് നിങ്ങളുടെ ആത്മസുഹൃത്ത്. ആത്മസുഹൃത്ത് എന്ന് വെച്ചാൽ ഞാൻ ഉദ്ദേശിച്ചത് ഏറ്റവും അടുത്ത ഫ്രണ്ട്, ബെസ്റ്റ് ഫ്രണ്ട് എന്ന് മാത്രമാണ് കേട്ടോ. അപ്പൊ ഇവിടെ എങ്ങനെയാണ് ചോദ്യം വരിക എന്ന് ആലോചിച്ച് നോക്കൂ. ഇവിടെ ആരാണെന്നാണ് ചോദിച്ചത്, നിങ്ങളുടെ ആത്മസുഹൃത്ത്. അപ്പൊ നിങ്ങളെ കുറിച്ചല്ല ചോദ്യം, നിങ്ങളുടെ ഫ്രണ്ടിനെ കുറിച്ചാണ് ചോദ്യം. അത് ആലോചിച്ചിട്ട് വേണം ഇസ് ആർ ഒക്കെ ഇവിടെ ഇടാൻ.
അപ്പൊ നിങ്ങളുടെ ആൻസേഴ്സിന് വേണ്ടിയിട്ട്, ആൻസേഴ്സ് എന്ന് വെച്ചാൽ നിങ്ങളുടെ ക്വസ്റ്റ്യൻസിന് വേണ്ടിയിട്ട് ഞാൻ വെയിറ്റ് ചെയ്യാണ്. ഇന്നത്തെ ഈ ലെസൺ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയി കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പക്ഷെ അത് ശരിക്ക് ഫ്രൂട്ട്ഫുൾ ആവണമെങ്കിൽ, ശരിക്കും ഇഫക്റ്റീവ് ആവണമെങ്കിൽ അതിന്റെ താക്കോലിരിക്കുന്നത് നിങ്ങളുടെ കയ്യിലാണ്. ആ പ്രാക്ടീസ് വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. മുടങ്ങാതെ പ്രാക്ടീസ് ചെയ്യണം കേട്ടോ. അപ്പൊ ഇനിയും നമുക്ക് ഇതുപോലെ ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട്. പിന്നെ എനിക്കറിയാം നമ്മൾ പാസ്റ്റ് ടെൻസ് ഒന്നും അങ്ങോട്ട് എത്തിയിട്ടില്ല. അതൊക്കെയാണ് ഇനി വരുന്ന ക്ലാസ്സസിൽ വരാനുള്ളത്. അപ്പോൾ പഠിച്ചുകൊണ്ടേയിരിക്കുക, പ്രാക്ടീസ് ചെയ്തുകൊണ്ടേയിരിക്കുക. ഇംഗ്ലീഷിൽ നിങ്ങൾ ഡെഫിനറ്റ് ആയും സൂപ്പർ ആവും. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരെ